അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്. ഖുദ് ബിയൈദീനാ ഖല്ലത്ത് ഹീലത്തുനാ അദ്രികനാ വആലി കുല്ലിൻ വസ്വഹാബത്തി അജ്മഈൻ. ഏറ്റവും സ്നേഹാദരണീയരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹു ജല്ല ജലാലുഹു അവൻ്റെ മഹത്തുക്കളായ മശായിഖ്മാരുടെ, ഉന്നത ശീർഷരായ ഔലിയാക്കളുടെ, ഇഷ്ടദാസന്മാരുടെ കുരുത്തവും പൊരുത്തവും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖാജ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു ശിഷ്യരോടൊപ്പം ഇസ്ലാമിക പ്രബോധന പ്രചാരണ പ്രവർത്തനങ്ങളുമായി നിതാന്തമായ സഞ്ചാരത്തിലാണ്. ആ സഞ്ചാരത്തിനിടക്ക് ഒരുപാട് ആളുകളെ ധർമ്മത്തിൻ്റെ, നീതിയുടെ, നന്മയുടെ, യഥാർത്ഥ ദീനിൻ്റെ ശാദ്വലമായ തീരത്തേക്ക് ആനയിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹാനായ ശൈഖ് ഉസ്മാൻ ഹാറൂൻ റളിയല്ലാഹു അൻഹു തൻ്റെ ശിഷ്യനെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് വിശുദ്ധമായ ഹറമൈനിയിൽ ശിഷ്യനെയും കൂട്ടിക്കൊണ്ട് ചെല്ലുന്ന പ്രസിദ്ധമായ സംഭവം ഓർമ്മ വരികയാണ്. മഹാനവറുകൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാദയങ്ങൾ പതിഞ്ഞ വിശുദ്ധമായ മക്കയിലേക്കാണ് ആദ്യമായി തൻ്റെ ശിഷ്യനുമായി ചെല്ലുന്നത്. മഹാനവറുകൾ വിശുദ്ധമായ കഅബയിൽ ചെന്നു. നാഥനെ വാഴ്ത്തിക്കൊണ്ട് അവിടെ നിന്നുകൊണ്ട് തൻ്റെ ശിഷ്യന് വേണ്ടി നീണ്ട പ്രാർത്ഥനയാണ്. അള്ളാഹുവിൻ്റെ പ്രഥമമായ ഭവനത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ആ മഹാനായ ഷെയ്ഖ് തൻ്റെ മുരീദിന് വേണ്ടി ദീർഘമായി പ്രാർത്ഥിച്ച കൂട്ടത്തിൽ കാണാം, അല്ലാഹ് മുഈനുദ്ദീനെ നീ കാത്തരുളയണമേ, മുഈനുദ്ദീൻ നീ കാവലേകണമേ, നിന്നെ ഓർമ്മിച്ചുള്ളവൻ്റെ വഴിയിൽ നീ സ്വീകരിക്കണമേ, അല്ലാഹുവേ ഈ കുട്ടിയെ നീ ഉയർത്തേണമേ. ഉസ്താദിൻ്റെ പ്രാർത്ഥന, ഷെയ്ഖിൻ്റെ പ്രാർത്ഥന മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു കണ്ണീരൊഴുക്കിക്കൊണ്ട് ആമീൻ പറഞ്ഞുകൊണ്ട് സ്വീകരിക്കുകയാണ്. ഉള്ളിലറിയുന്ന പ്രാർത്ഥനയാണ്. അങ്ങനെ പിന്നീട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധമായ റൗദയിലേക്കാണ് പ്രയാണം. അനുരാഗം പൂത്ത ഹൃദയങ്ങളാൽ ഇസ്കേറ്റിയ രണ്ട് ആത്മീയ മനീഷികൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടുത്തെ വിശുദ്ധമായ റൗദ കാണുകയാണ്. ഭൂമിയിലെ സ്വർഗരാജ്യം കുളിരുന്ന, മനം ഉല്ലസിക്കുന്ന, അകം പ്രകാശിക്കുന്ന, മോഹം സഫലമാകുന്ന ആ നിമിഷം സ്തുതികളോതി റബ്ബിന് നന്ദി ചെയ്തുകൊണ്ട് പൊരുത്തിഷ്ഠത്താൽ ഇരുവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സലാം പറയുകയാണ്. അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ്. ആ പറച്ചിൽ തന്നെ ഒരു തേന്മഴ ഒഴുകുന്നത് അതിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാവുന്നതാണ്. ഹൃദയങ്ങൾ തമ്മിൽ ചേരുന്ന മധുര ലഹരിയാൽ ഹബീബിനോട് അസ്സലാമു അലൈക്കും യാ ഹബീബല്ലാഹ് വീണ്ടും വീണ്ടും ചൊല്ലുകയാണ്. പ്രിയ ഹാജാക്ക് മനസ്സുല്ലാസം വർദ്ധിച്ചു വരുന്നു. എങ്ങനെ വർദ്ധിക്കാതിരിക്കും? ലോക നേതാവിൻ്റെ അരികിൽ, അതും തന്നെ ഔന്നിത്യത്തിലേക്ക് കൈപ്പിടിച്ച് ഉയർത്തിയിട്ടുള്ള ഷെയ്ഖിൻ്റെ സാന്നിധ്യത്തിൽ അവിടെ വെച്ചും ഷെയ്ഖ് മുരീദായ ഹാജയ്ക്ക് വേണ്ടി ദീർഘമായി പ്രാർത്ഥന നടക്കുന്നു. കുറച്ചു നാളുകൾ അവിടെ പ്രയാന്തത്താൽ കഴിഞ്ഞുകൂടി. മനസ്സിൽ ആശ്വാസം. മഹാമഴ പെയ്ത ദിവസങ്ങൾ. ഹാജക്ക മക്ക മദീന പ്രയാണം അനുരാഗത്തിൻ്റെ വർധനവായി രൂപപ്പെട്ടു. പുണ്യപൂമാന്റെ തിരിയോരത്ത് ഇന്നൊട്ടും മടങ്ങാൻ പൂതി വരുന്നില്ല. അങ്ങനെ മനസ്സിലെ അനുരാഗം പറഞ്ഞ് അല്പം ദിവസങ്ങൾ കൂടി ചെലവഴിച്ചു. പിന്നീട് മക്കയോട് യാത്ര പറയുകയാണ്. ആ സമയത്ത് മഹാനായ ഇബ്രാഹിം ഖന്ദൂസി റളിയല്ലാഹു അൻഹു നൽകിയ സാരോപദേശവും ബർക്കത്തും സ്വീകരിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിച്ച മഹാനായ ഹാജർ റളിയല്ലാഹു അൻഹു
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ വെച്ചുകൊണ്ട് തൻ്റെ ശൈഖോർ എല്ലാം അവിടെ ഏൽപ്പിച്ചുകൊണ്ട് പ്രബോധന വീതിയിലേക്ക് തന്നെ സമർപ്പിച്ച രംഗമായിരുന്നു തിരു റൗളയുടെ മുമ്പ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അള്ളാഹു ആ മഹത്തുക്കളുടെ ബർക്കത്ത് കൊണ്ട് വിശുദ്ധമായ തിരു റൗള സന്ദർശിക്കാൻ, ഹബീബായ മുത്തുനബിയോട് സ്വലാത്ത് സലാമുകൾ ചൊല്ലാൻ, അവിടുത്തോട് എല്ലാ പ്രശ്നങ്ങളും സംവദിക്കാനും അവിടുത്തോടൊന്നിച്ച് സ്വർഗീയ ആരാമത്തിൽ സംഗമിക്കാൻ അവിടുത്തോട് ചോദിച്ചു വാങ്ങാനുമൊക്കെ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ആ മഹത്തുക്കളുടെയൊക്കെ പ്രാർത്ഥനയിൽ നമ്മയും അല്ലാഹു തആല ഉൾക്കൊള്ളിച്ച് തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.